ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. കേരള സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് HSS പ്രാപ്പോയിലും ഹരിത വിദ്യാലയമായി പ്രഖ്യാപനം നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്പെഷ്യൽ അസംബ്ലിയിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് മെമ്പർ KM ഷാജി സ്കൂളിനെ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചു. പ്രസ്തുത പരിപാടിയിൽ വെച്ച് സ്കൂൾ ചെയർപേഴ്സൺ ആര്യ KRന്റെ നേതൃത്വത്തിൽ കുട്ടികൾ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയില്ല എന്നും മാലിന്യങ്ങൾ അതത് സ്ഥലങ്ങളിൽ കൃത്യമായി നിക്ഷേപിച്ചുകൊണ്ട് സ്കൂൾ ഹരിത വിദ്യാലയമായി സംരക്ഷിക്കുമെന്നും പ്രതിജ്ഞയെടുത്തു. പരിപാടി സ്കൂൾ PTA പ്രസിഡന്റ് KC ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KV സജി സ്വാഗതം ആശംസിച്ച ചടങ്ങിന് ഹെഡ്മാസ്റ്റർ ശങ്കരൻ KI, PTA എക്സിക്യൂട്ടീവ് അംഗം രതീഷ് MR എന്നിവർ ആശംസകൾ നേർന്നു. സ്കൂൾ ചെയർപേഴ്സൺ ആര്യ KR നന്ദിയും പറഞ്ഞു. ഹരിത വിദ്യാലയമായി ഇത് തുടരാൻ ഉള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. അതിന് വിരുദ്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യപ്പെട്ടാൽ നമ്മുടെ ഉയർന്ന തലത്തിലുള്ള മോണിറ്ററിംഗ് സംഘം അത് അന്വേഷണത്തിൽ കണ്ടുപിടിക്കും. വലിയ പിഴ നമുക്ക് വീഴും എന്ന് നാം ശ്രദ്ധിക്കുക. കാരണം അതിന്റെ ഭവിഷ്യത്തൊക്കെ നമുക്ക് മെമ്പർ ഇവിടെ വിവരിച്ചു തന്നിട്ടുണ്ട്. വലിയ വലിയ രോഗങ്ങളായിട്ട് അവയൊക്കെ തിരിച്ചു വരും അല്ലെ. നമ്മൾ ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നിങ്ങളെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പ്രഖ്യാപനം സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം. 2024 വിട പറയുക. നാളെ പുതുവത്സരമാണ്. 2025 തുടങ്ങി. നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് 2025 കേരളം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്നാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ ഘട്ടം ഘട്ടമായി പുരോഗമിച്ചു വരികയാണ്. ജനപ്രതിനിധികളുടെ യോഗം, ഉദ്യോഗസ്ഥന്മാരുടെ യോഗം, സ്ഥാപന മേധാവികളുടെ യോഗം, ബഹുജനങ്ങളുടെ മീറ്റിങ്ങുകളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ തലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന മാലിന്യങ്ങൾ, ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും ഇനിയുണ്ടാകുന്ന മാലിന്യങ്ങൾ അവനവന്റെ ഉത്തരവാദിത്തത്തിൽ സംസ്കരിക്കാനും കഴിയണം എന്നതാണ് ഗവൺമെന്റ് പറയുന്ന കാര്യം. ഇവിടെ കേവലം ഒരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങി പോകേണ്ടുന്ന ഒരു കാര്യമല്ല നമ്മളിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് കാണണം. സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള 4 മിഷനുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നാടിനെ മാലിന്യ മുക്തമാക്കുക എന്നത്. അത് കേവലമായ ഏതെങ്കിലും ഭരണതലത്തിൽ മാത്രം നടപ്പിലാക്കേണ്ടുന്ന ഒരു കാര്യമല്ല. നമ്മുടെ എല്ലാം കുടുംബത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മൾ പോകുന്നിടങ്ങളിലെല്ലാം അത് മാതൃകാപരമായി ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സ്കൂളും പരിസരവും നല്ല മനോഹരമായിട്ടുണ്ട്. എല്ലാ കാലത്തും NSS കാണുന്ന വളരെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, ഇവിടെ വാസം സാധ്യമോ. യൂട്യൂബിൽ തപ്പി നോക്കിയാൽ നമുക്ക് കവിത കാണാം. ഈ സ്കൂൾ യൂത്ത് ഹോസ്റ്റലിലൊക്കെ ആ കവിത മത്സരങ്ങളിലായി ചൊല്ലാറുണ്ട്. അപ്പോൾ ആ കവിത നമ്മുടെ കുട്ടികളെല്ലാം പഠിക്കണം. ഇപ്പോ നല്ല നിലയിൽ നമ്മുടെ ഈ ക്യാമ്പസ് ശുചീകരിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ വൃത്തിയിൽ ഭാവിയിൽ നമുക്കിത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. പഴയ കാലത്തൊക്കെ ഞങ്ങൾക്ക് കുട്ടിക്കാലത്തൊക്കെ ഒരു മഴക്കാലത്ത് ഒരു പനി വരും. ആ പനി വന്നാൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു കഷായം കുടിച്ച് ഇഞ്ചിയും ചുക്കും കുരുമുളകും ഇട്ട് ഇഞ്ചി ആ കഷായം കുടിച്ചു കഴിഞ്ഞാൽ ആ പനിയൊക്കെ പോകും. പക്ഷെ ഇന്നത്തെ കാലത്ത് 100 പേരിലാണ് നമ്മുടെ പനി വരുന്നത്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, പക്ഷിപ്പനി, പന്നിപ്പനി, കുരങ്ങപ്പനി ഉള്ള എല്ലാ മൃഗങ്ങളുടെയും പേര് പനി. തക്കാളി പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. ആ സ്കൂളുകളൊക്കെ ശുചീകരിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് ജൈവ മാലിന്യങ്ങളും പേപ്പർ മാലിന്യങ്ങളും ഒക്കെ തരംതിരിച്ച് ശേഖരിക്കുകയും മാലിന്യങ്ങൾ മുട്ടായി കടലാസും ഹൈസ്കൂളുകളും മറ്റ് മാലിന്യങ്ങളും ഒക്കെ അവിടെയും ഇവിടെയും വലിച്ചെറിയുന്ന ആ ശീലങ്ങളൊക്കെ മാറ്റി അവയൊക്കെ യഥാസ്ഥാനത്ത് നിക്ഷേപിക്കുന്ന രീതികളൊക്കെ എല്ലാ സ്കൂളുകളിലും തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ സ്കൂളും അതുപോലെ പരിസരവും പ്രോപ്പർ ടൗണും ഒക്കെ എല്ലാം ശുചീകരിച്ചു കഴിഞ്ഞു. ഈ ശുചീകരിച്ച രീതിയിലുള്ള നമ്മുടെ ക്യാമ്പസും ടൗണും ഒക്കെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുക. എല്ലാ കുട്ടികൾക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. എന്റെ പേരിലും സ്കൂളിന്റെ പേരിലും നന്ദി പറയുന്നു. അതുപോലെ ഓരോ ക്ലാസ്സിലും ഓരോ ഇതിനു വേണ്ടിയിട്ട് ലീഡേഴ്സിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരിത് നന്നായി ചെയ്യുമെന്നും ഇതിലൂടെ അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. കാണുന്ന വളരെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, ഇവിടെ വാസം സാധ്യമോ. യൂട്യൂബിൽ തപ്പി നോക്കിയാൽ നമുക്ക് കവിത കാണാം.
ഈ സ്കൂൾ യൂത്ത് ഹോസ്റ്റലിലൊക്കെ ആ കവിത മലസ്ത്ര ഇനങ്ങളിലായി ചൊല്ലാറുണ്ട്. അപ്പോൾ ആ കവിത നമ്മുടെ കുട്ടികളെല്ലാം പഠിക്കണം. ഇപ്പോൾ നല്ല നിലയിൽ നമ്മുടെ ഈ ക്യാമ്പസ് ശുചീകരിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ വൃത്തിയിൽ ഭാവിയിൽ നമുക്കിത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. പഴയ കാലത്തൊക്കെ ഞങ്ങൾക്ക് കുട്ടിക്കാലത്തൊക്കെ ഒരു മഴക്കാലത്ത് ഒരു പനി വരും. ആ പനി വന്നാൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു കഷായം കുടിച്ച് ഇഞ്ചിയും ചുക്കും കുരുമുളകും ഇട്ട് ഇഞ്ചി ആ കഷായം കുടിച്ചു കഴിഞ്ഞാൽ ആ പനിയൊക്കെ പോകും. പക്ഷെ ഇന്നത്തെ കാലത്ത് 100 പേരിലാണ് നമ്മുടെ പനി വരുന്നത്. ഡെങ്കിപ്പനി, ചിക്കൻ കുനിയ, പക്ഷിപ്പനി, പന്നിപ്പനി, കുരങ്ങപ്പനി ഉള്ള എല്ലാ മൃഗങ്ങളുടെയും പേരിൽ പനി, തക്കാളി. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.